CPM-ന്റെ വോട്ട് കണക്കെടുത്താൽ അത് വളരെ രസകരമായ കണക്കുകളാണ്. തിരഞ്ഞെടുപ്പിൽ LDF കനത്ത പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ 6 ജില്ലകളിൽ CPM-ന് നിയമസഭയിൽ പ്രാതിനിധ്യമില്ല. 6 ജില്ലകളിൽ ഒരു MLA പോലും, മരുന്നിന് ഒരു MLA പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. കാസർഗോഡ് ഒരു MLA പോലുമില്ല, വയനാട്ടിൽ ഒരു MLA പോലുമില്ല, മലപ്പുറത്ത് ഒരാളുമില്ല, എറണാകുളത്തും ആരുമില്ല, ഇടുക്കിയിലില്ല, കോട്ടയത്ത് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കോട്ടയത്തും ആരുമില്ല. ഈ ജില്ലകളിൽ നിന്ന് ഒരാൾ പോലും CPM-ന് വിജയിച്ചിട്ടില്ല. ഈ ജില്ലകളിൽ ലോക്സഭയിലും പാർട്ടിക്ക് പ്രാതിനിധ്യമില്ല എന്നൊരു സാഹചര്യം കൊണ്ട് CK വിജയനുള്ള CK കണ്ണൂരിൽ നിന്നാണല്ലോ. കണ്ണൂരിൻ്റെയും വടക്കൻ കേരളത്തിൻ്റെയും രാഷ്ട്രീയം കൃത്യമായി ഒരു 10-25 വർഷക്കാലമായി CK റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CPM-ന്റെ ആക്രമണം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. CK എന്താണ് സംഭവിച്ചത് പാർട്ടിക്ക് എന്ന കാര്യത്തിൽ കണ്ണൂരിലെ നേതൃത്വത്തിന്, അണികളുടെ കാര്യത്തിൽ അത് വിട്ടേക്കും, അണികൾക്കറിയാമല്ലോ എന്താണ് സംഭവിക്കുന്നതെന്നും അവർ തന്നെയാണല്ലോ തീരുമാനമെടുത്തതും. ഈ നേതാക്കൾക്ക് വല്ല ധാരണയും ഉണ്ടായിട്ടുണ്ടോ CK? സ്വാഭാവികമായും ഇനി ഒരു CPM-ന് എതിരെ നിൽക്കുന്ന ആളായാൽ പോലും CPM-ന് ഒരു ജില്ലയിൽ ഒരു MLA പോലും ഉണ്ടാകുന്നില്ല എന്നതിൽ അങ്ങേയറ്റത്തെ ദുഃഖമുണ്ടാകും. കാരണം അത് CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അത് ഇടപെടുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളും അവർ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും അതിൽ ഇൻവോൾവ് ചെയ്യുന്നതിൽ ഉൾപ്പെടെ വേറെ തന്നെ ഒരു തിയറി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് കാസർഗോഡ് CPM-ന് ആരുമില്ല എന്നുള്ളത്, MLA ഇല്ല എന്നുള്ളത് അങ്ങേയറ്റത്തെ പൊതുവിൽ പ്രയാസകരമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം കാസർഗോഡിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ ഒരു ദുഃഖമാണ്, കണ്ണീരാണ്. വല്ലാത്ത ദുഃഖം ഞാൻ കാണുകയാണ്. അല്ല, ഈ കാസർഗോട്ട് ഉദുമയിലും തൃക്കരിപ്പൂരും ജയിച്ചില്ല എന്ന് പറയുമ്പോൾ, അല്ല ഇപ്പൊ കാഞ്ഞങ്ങാട് ജയിച്ചു, അത് CPI ആണ്. കാസർഗോട്ട് ഒരു CPM-ന്റെ ഒരാൾ പോലും ഇല്ല. അതെ അതെ അത് ഉദുമയിലായാലും അതിൽ CH കുഞ്ഞമ്പു തോറ്റതായാലും അതോടൊപ്പം തന്നെ VPP മുസ്തഫ തൃക്കരിപ്പൂരിൽ തോൽക്കുന്നതും എല്ലാം തന്നെ അങ്ങേയറ്റത്ത് ഒരുപാട് രാഷ്ട്രീയമായി ആഴത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇത് ഒരു ദിവസം സംഭവിക്കുന്ന ഒന്നല്ല. ഒരു റിസൾട്ട് ഒരു ദിവസമാണ്, May 4-നാണ് വന്നത് എങ്കിൽ കൂടിയും അതിന് എനിക്ക് തോന്നുന്നു ഈ ജനങ്ങൾ ഈ പാർട്ടിക്ക് അപ്പുറത്തേക്ക് വോട്ട് ചെയ്യാൻ ശേഷി നേടുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഒരു 5-10 വർഷം, ഏറ്റവും ചുരുങ്ങിയത് 10 വർഷത്തെങ്കിലും ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അതുകൊണ്ട് എങ്ങനെയാണ് നേതൃത്വം ഈ സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങളും നേതൃത്വവും തമ്മിലുണ്ടാകുന്ന അകൽച്ചയുടെ ഏറ്റവും വലിയ പാരമ്യതയിൽ മാത്രമേ ഒരു പ്രവർത്തകൻ, ഒരു CPM വിശ്വാസി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസി, കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ഒരാൾക്ക് വോട്ട് ചെയ്യൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇത് ഇപ്പോഴേ ഒരുപാട് ഘട്ടത്തിൽ, ഇപ്പം പെരിയ കൊലപാതകം നടക്കുന്നു, ആ സമയത്ത് അവിടെ നിന്ന് എത്രയോ ആൾക്കാർ പാർട്ടിയായിട്ട് അകലുന്നുണ്ട്. ആ കാര്യം മനസ്സിലാവാത്ത ഒരാളല്ല. കൊലപാതകികൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ താരപരിവേഷം നൽകി മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുമ്പോൾ അത് കാണുന്ന ആൾക്കാരുണ്ട്. ഇവരാരും തന്നെ അതൊരു മഹത്തായ പ്രവർത്തനമായിട്ടല്ല കാണുന്നത്, ഒരു നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ. അങ്ങനെ നിരവധി പ്രശ്നം നമുക്ക് നീലേശ്വരത്തെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ പ്രശ്നം നമുക്കറിയാം. അവിടുത്തെ ചെറുവത്തൂരിലെ ബിവറേജസിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ നമുക്കറിയാം പാർട്ടി ആരുടെ പക്ഷത്താണ് നിന്നത് എന്നൊക്കെ. ഇത്തരത്തിൽ 100 കണക്കിന് വിഷയങ്ങൾ ഒന്ന് ചേർന്ന് ചങ്ങല പോലെ കോർത്ത് അവസാനം വരുമ്പോഴാണ് ഈ തരത്തിൽ ഒരു അകൽച്ച ഉണ്ടാകുന്നത്. EK നായനാർ മത്സരിച്ച പ്രദേശമാണ്. EMS മത്സരിക്കുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഇടപെടുകയും ചെയ്ത പ്രശ്നമാണ്. കയ്യൂർ സമരത്തിൻ്റെ നാടാണ്. പിന്നെ അതോടൊപ്പം തന്നെ മുനിയൻകുന്ന്, പാടിക്കുന്ന്, ഈ പറയുന്ന മേഖലകളിൽ ഒന്നും തന്നെ, ഒഞ്ചിയം വരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും തന്നെ ഇപ്പോൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കണ്ണീരും ചോരയും വീണ സ്ഥലങ്ങളിൽ ആ പ്രതിനിധികളില്ല എന്ന് പറയുന്നത്, അതെനിക്ക് തോന്നുന്നത് രതീഷ്, അത് സ്വാഭാവികമായ രീതിയിൽ അല്പം വൈകാരികമല്ലാതെ നമുക്കത് പറയാൻ കഴിയില്ല. കാരണം അത് അങ്ങനെയാണ്. അത് ഒരുപാട് തവണ ജനം ക്ഷമിച്ചു കാണും, ഈ നേതൃത്വം നേരെയാകും എന്ന്. പക്ഷേ ഒരിക്കലും ശരിയാകില്ല എന്നൊരു ഘട്ടം വരുമ്പോഴാണ് വോട്ട് മാറ്റിക്കുത്തിയത്. ഇന്ന് അല്പസമയം മുൻപ് TK ഗോവിന്ദനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പിണറായി വിജയൻ 7 റൗണ്ടിൽ തോക്കുമ്പോൾ എൻ്റെ ചങ്കിടിക്കുന്നു എന്നാണ്. കാരണം പിണറായി വിജയൻ തോക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നില്ല. കാരണം പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ എന്തൊക്കെ പ്രവൃത്തികൾ നടത്തിയോ അല്ലെങ്കിൽ എന്തൊക്കെ വിമർശനങ്ങൾക്ക് വിധേയനായോ എന്നതല്ല, അതിനപ്പുറത്തേക്ക് അയാൾക്ക് അതിനതീതമായ ഒരു ഇമേജ് അവിടെയുണ്ട്. ആ ഇമേജിനെ ബഹുമാനിക്കുന്നു എന്നതാണ്. അത് തന്നെയാണ് ധർമ്മടത്ത് എന്ത് പറ്റി എന്നതാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വോട്ട് എങ്ങനെ കുറഞ്ഞു എന്നല്ലേ, എങ്ങനെ പിണറായി ജയിച്ചു 6 റൗണ്ടിലും പിന്നിൽ നിന്നിട്ട് പിന്നീട് എന്താണ് സംഭവിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന് നാട്ടിൽ വോട്ട് കിട്ടിയെന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ അലങ്കാരികമായി പറയുന്നതാണല്ലോ. ആ ഇക്വേഷൻ എങ്ങനെ വർക്കൗട്ട് ചെയ്തു? അത്ര വലിയ ജനവികാരം എങ്ങനെയാണ് എതിരായി ധർമ്മടത്തുണ്ടാകുന്നത്?
പെരളശ്ശേരിയിലാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ടുള്ള റോഡ് ഷോ നടന്നത്. രതീഷിന് ഓർമ്മയുണ്ടാവും. നമ്മൾ ക്യാപ്റ്റൻ എന്ന് വെച്ച ഒരു ജീപ്പിൽ എനിക്ക് തോന്നുന്നു ദിവീഷ് മണിയാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു. ആ പ്രകടനം നടക്കുമ്പോൾ ഇത് നടക്കുമ്പോൾ ഏതാണ്ട് ഒരു സമയം ഒരു 3 മണിയാണ്. പക്ഷേ നമ്മളത് അത്ഭുതപ്പെട്ടു പോയി. ആ പരിസരങ്ങളിൽ അന്ന് ആ റോഡരികിലൊന്നും തന്നെ നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാരുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആൾക്കാർ ചില കേന്ദ്രങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മളവിടെ കൂടിയിരിക്കുന്ന മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ അക്കാര്യം പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ചില സൂചനകളാണ് എന്ന് നമ്മൾക്ക് അന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നീട് വരുന്ന ഓരോ ദിവസം ഈ അബ്ദുൾ റഷീദ് വോട്ടെണ്ണുന്നതിന് ഒരു ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ 2 റൗണ്ട് ഞാൻ ലീഡ് ചെയ്യും, നിങ്ങൾ ഇപ്പോൾ തന്നെ ബ്രേക്കിംഗ് എഴുതി വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ 2 റൗണ്ടും 3 റൗണ്ടും ഒന്നും അല്ല, അവസാനം 7 റൗണ്ട് വരെ വന്നു. ജയിച്ചത് അവസാനത്തെ പിണറായിയിലെയും ധർമ്മടത്തെയും വോട്ട് കൊണ്ടാണ് എന്ന് കൃത്യമായി തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അതുവരെയുള്ള വേങ്ങാടോ പെരളശ്ശേരിയോ ഈ പറയുന്ന ചെമ്പിലോടോ അഞ്ചരക്കണ്ടിയോ ഒന്നും തന്നെ വേണ്ട രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണച്ചില്ല. അദ്ദേഹത്തിൻ്റെ നാടും അതിന് തൊട്ടടുത്ത ധർമ്മടവും എല്ലാം തന്നെ അപ്രതീക്ഷിത അല്ലെങ്കിൽ ഒരു ഒഴുക്കില്ലാത്ത രീതിയിൽ പിന്തുണച്ചതുകൊണ്ട് അദ്ദേഹം ജയിച്ചു. അപ്പോൾ പോലും രതീഷ് നോക്കൂ, 50,123 വോട്ടിന് വിജയിച്ച അദ്ദേഹം 20,000-ൽ താഴെ വോട്ടിനാണ് പിന്നീട് ഇത്തവണ നിലനിർത്തുന്നത്. അതൊരു ചെറിയ ആഘാതമല്ല. അത്രയും പേർ CPM-ൽ നിന്ന് ഒരു വോട്ടിലെങ്കിലും അകന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാലോ. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. വല്ലാത്ത പരാജയമാണ്. മുഖ്യമന്ത്രി ജയിച്ചു, CK ആണ്. വളരെ വൈകാരികമായി CK അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇങ്ങനൊരു റിപ്പോർട്ടിംഗ് ഇതുവരെയും CPM-ന്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ ഉണ്ടാകാത്തതിലുള്ള വലിയ വീഴ്ച. കാസർഗോഡ് ഒരു MLA പോലെയും എടുക്കാനില്ലാത്ത സ്ഥിതി. തൃക്കരിപ്പൂർ, ഉദുമ, ഏത് കൊടുങ്കാറ്റിലും ഒപ്പം നിൽക്കുന്ന 2 മണ്ഡലം. കാഞ്ഞങ്ങാട് ഇപ്പോൾ ജയിച്ചു, അത് പക്ഷേ CPI ആണ്. CPI ആണെങ്കിൽ പോലും എതിർപക്ഷത്തെ UDF-ൽ കൈപ്പത്തി ചിഹ്നമായിരുന്നില്ല, അവിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമായിരുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്.